നമ്മൾ ഖുറാനിലേക്ക് വരുമ്പോൾ ഖുറാൻ 4:157 പറയാണ്, അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസീഹ് ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷെ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ, അതായത് ഈസയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. യേശുവും ഈസാ നബിയും ഒന്നാണോ അതോ രണ്ടാണോ? ഇതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ ഈ ഡിബേറ്റ് കണ്ടിട്ടുണ്ടാവാം. യേശുവും ഈസാ നബിയും ഒന്നാണോ എന്നുള്ളതാണ്. അപ്പം ഇതൊരു പോസ്റ്റ് ട്രൂത്ത് ഏജ് ആണെന്നാണ് പറയുക. പോസ്റ്റ് ട്രൂത്ത് യുഗം, സത്യാനന്തര കാലഘട്ടമാണിത്. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇതിനു മുമ്പ് എവിടെയും ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല. വേദഗ്രന്ഥങ്ങൾ ബൈബിൾ ആണെങ്കിലും ഖുറാൻ ആണെങ്കിലും എടുത്തു നോക്കിയാൽ യേശു എന്ന് പറയുന്ന, ഈസ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് പരാമർശങ്ങളുണ്ട്. യേശുവിൻ്റേത് ഒരു അത്ഭുതകരമായ ജനനമായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അതേ ഭാഷ്യം തന്നെയാണ് ഖുറാൻ്റേതും. യേശുവിൻ്റേത് അത്ഭുതകരമായ, ഈസാ നബിയുടേത് അത്ഭുതകരമായ ജനനമായിരുന്നു. ആ കാര്യത്തിൽ രണ്ട് വേദഗ്രന്ഥങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. രണ്ട് വേദഗ്രന്ഥങ്ങളും യേശുവിൻ്റെയും ഈസാ നബിയുടെയും അമ്മയെ സംബന്ധിച്ച് പറയുന്നത് മറിയം എന്നാണ്. അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. യേശു പാണ്ഡുരോഗിയെ സുഖപ്പെടുത്തി എന്ന് ഖുർആനും ബൈബിളും പറയുന്നു. അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. യേശു മരിച്ച ഒരാളെ, ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ അനുമതിയോടുകൂടെ. അത് തന്നെ ഖുർആൻ പറയുന്നു, മരിച്ച ഒരാളെ യേശു എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ഇതിനില്ല, ദൈവാനുമതിയോടുകൂടെ. അതുപോലെ പിറവിക്കുരുടനെ സുഖപ്പെടുത്തി എന്ന് ബൈബിൾ പറയുന്നുണ്ട്, അന്ധനെ സുഖപ്പെടുത്തി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് തന്നെയാണ്. പിന്നെ എവിടെയാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്? അദ്ദേഹത്തിന്റെ ഭൂമിയിൽ നിന്നുള്ള വിടവാങ്ങലിനെ സംബന്ധിച്ച് മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഒരു പ്രശ്നം ഈ കാലഘട്ടത്തിൽ വരുന്നതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. കത്തോലിക്ക സഭയ്ക്ക് യേശുവും ഈസാ നബിയും രണ്ടുപേരും ഒരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഓർത്തഡോക്സ് സഭയ്ക്ക് അഭിപ്രായ വ്യത്യാസമില്ല. യാക്കോബായ സഭയ്ക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കൽദായ സഭയ്ക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ ഡിബേറ്റ് നടത്തിയ ഈ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി 2019 ഇറക്കിയ പുസ്തകത്തിൽ ഖുർആനിലെ യേശു എന്നാണ് പരാമർശം. അദ്ദേഹത്തിന് 2019 വരെ ഈ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോ എന്താണ് ഇവിടെ വിഷയം? അദ്ദേഹത്തിന്റെ, യേശുവിന്റെ മരണത്തെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. 1945 സംഭവിച്ച ഒരു സംഭവമുണ്ട്, സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെ സംബന്ധിച്ച്. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെ സംബന്ധിച്ച് 3 അഭിപ്രായമുണ്ട്. എന്താണ്? ഒന്നാമത്തേത്, സുഭാഷ് ചന്ദ്രബോസ് വിമാനാപകടത്തിലാണ് മരിച്ചത് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായം. എന്നാൽ റഷ്യയിൽ അദ്ദേഹം ഒളിച്ച് താമസിച്ചു, പിന്നീട് മരണപ്പെട്ടു എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. അതുപോലെ UP-യിൽ അദ്ദേഹം ഒരു ഗുംനാമ എന്നോ മറ്റോ പേരായിട്ടുള്ള ഒരു സന്യാസിയായിട്ട് ജീവിച്ചു മരിക്കുകയാണ് ചെയ്തത് എന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെ സംബന്ധിച്ച് 3 അഭിപ്രായമുണ്ട്. 1966 ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചതിനെ സംബന്ധിച്ച് താഷ്കെൻഡിൽ അദ്ദേഹം താഷ്കെൻഡ് കരാർ ഒപ്പിട്ടതിന്റെ പിറ്റേ ദിവസം ഹൃദയാഘാതം മൂലം മരിച്ചു എന്നതാണ് ഔദ്യോഗിക ഭാഷ്യം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അഭിപ്രായം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയിൽ നീലപ്പാടുകൾ കണ്ടതുകൊണ്ട് വിഷം തീണ്ടിയിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അഭിപ്രായം. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വിടവാങ്ങലിനെ സംബന്ധിച്ച് 2 അഭിപ്രായമുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഇതിനെ സംബന്ധിച്ച് 3 അഭിപ്രായമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് 2 സുഭാഷ് ചന്ദ്രബോസോ 3 സുഭാഷ് ചന്ദ്രബോസോ ആകുന്നില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി 2 ആളുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ യേശു എന്ന് പറയുന്ന വ്യക്തിത്വത്തെ തന്നെയാണ് അറബി ഭാഷയിൽ ഈസ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ യേശു തന്നെയും യേശു എന്ന വിളി കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെയും ഭാഷ അരമായ ഭാഷയായിരുന്നു. അതിൽ ഈശോം ഷിഹ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അഥവാ ഈസ മസീഹ് എന്ന് അറബിയിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതുമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊരു സത്യാനന്തര കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നുണകളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട്
നുണ പറയുന്നതിന് മനുഷ്യനൊരു മടിയില്ലാത്ത കാലഘട്ടം എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് 2009-ലും 2019-ലും യേശു ഖുർആനിൽ എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കിയ മനുഷ്യൻ 2026-ൽ വന്നിട്ട് പറയാണ് അത് രണ്ട് വ്യക്തികളാണ്, ഞങ്ങൾക്ക് അറിയില്ല എന്ന്. അപ്പോൾ ഇത് ഈ സത്യാനന്തര കാലഘട്ടത്തിൻ്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം എന്നല്ലാതെ മറ്റൊന്നും നമുക്കതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതില്ല. ഓക്കെ.